ഈ ചൂടിനെ തോൽപ്പിക്കാനും നമ്മുടെ വീട്ടിലെ കുഞ്ഞുമക്കളെ കയ്യിലെടുക്കാനും ഇതൊന്ന് മാത്രം മതി കേട്ടോ. ഇന്ന് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡാണ്. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലെടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ ചൂട് പാലിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. കട്ടിയൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു പാത്രത്തിൽ ആവശ്യമുള്ള പാല് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാൽ അഥവാ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. മിൽമയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഫൈനലായിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 4 സ്പൂൺ പഞ്ചസാര തന്നെ ഇതിന് ധാരാളമായിരിക്കും. പാൽ നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മിക്സ് കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കുറച്ച് സമയം ഇളക്കുമ്പോൾ തന്നെ ഇത് നന്നായി ഒന്ന് കട്ടിയായി വരും. നമുക്ക് ആവശ്യത്തിനുള്ള കട്ടിയായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ആവശ്യത്തിനുള്ള കട്ടിയായി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. പാൽ നന്നായി ഒന്ന് തണുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് 2 മണിക്കൂർ നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തണുപ്പായിട്ട് കിട്ടും. ഇനി നമുക്കത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓരോ ബാച്ചസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ ഇഷ്ടം അത് ഏത് വേണേലും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആപ്പിളും കിവിയും നേന്ത്രപ്പഴവും പച്ചമുന്തിരിയും പിന്നെ അനാറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അനാറൊക്കെ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് ചിയാ സീഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുന്നേ ഞാൻ വെള്ളത്തിൽ പൊതിർത്തി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ചിയാ സീഡ്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക്. നമ്മൾ പഞ്ചസാര അതിൽ കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുമ്പോൾ ആവശ്യത്തിനുള്ള മധുരമായിട്ട് കിട്ടും. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇതാ ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് സെർവ് ചെയ്യാം. ഒന്നുകൂടി തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. കുറച്ച് സമയം കൂടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പോടെ സെർവ് ചെയ്താൽ അത്രയും ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം.